ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം. രാമ രാമ. വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജസേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം. ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നു ഉച്ചൈസ്തരമവൻ വ്യക്രവർണ്ണേന ചൊല്ലിടിനാനെത്രയും ഭക്തി വിനയ വിശുദ്ധം അതിസ്ഫുടം. രാമ രമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ആംനായ മൂർത്തി രഘുപതേ ശ്രീപദേ നാംന വിഭീഷണൻ തുൽഭക്തസേവകൻ. ദേവിയെ കട്ടതനുചിതം നീ എന്നു രാവണനോടു ഞാൻ നല്ലതോ ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകെന്നു ആവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗം എല്ലാം ഉപദേശിച്ചതു. അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ പഥ്യമായുള്ളതോ ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നേതവന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാനടുത്തിതും കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേൻ. ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ.
ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണ വാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യൻ അല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാൻ. അമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്കാം കപികളെ ഹന്തവ്യൻ ഇന്നിവൻ ഇല്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതും ഉത്തമമാകുന്നതെന്നതോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിൻ തിരുവുള്ളത്തിലെന്തെന്നു അഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുത്ഥായ ബന്ധിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ? നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതിനാം ആദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുദ്ധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കും ആശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതിയേ. മാരുതി ചൊന്നതുപപന്നമെത്രയും വീരാ വിഭാകരപുത്ര വരികെടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും. ജംബവദാദി നീതിജ്ഞവരന്മാരെ ഉർവീശനായാൽ അവനാശ്രിതന്മാരെ സർവശോ രക്ഷേക്ഷുനശ്വപചാനപീം. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങളറിയരുതേതുമേ മുന്നമൊരു കപോതം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേവീടിനാൻ. ഉന്നതമായൊരു പാദപാഗ്രേ തഥാ ചെന്നൊരു കാട്ടാളനെയ്തു കൊന്നിടാൻ. തന്നുടെ പക്ഷിണിയെ സുരത്താന്തരേ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരേ. വന്നിതു കാറ്റും മഴയും
ദിനേശനും ചെന്നു പരചരമാബ്ധി തന്നിൽ മറഞ്ഞിതോ ഖിന്നനായി വന്നു വിശന്നു കിരാതനും താൻ ഇരിക്കുന്ന വൃക്ഷത്തിൻ മുരടത്തിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കപോതവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്ഹിയും തന്നുടെ കയ്യിൽ ഇരുന്ന കപോതിയെ വന്ഹിയിലിട്ടു ചുട്ടാശു തിന്നീടിനാൻ എന്നതുകൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞു. പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു തന്നുടെ ദേഹവും നൽകിനാൻ അമ്പോടു വന്ഹിയിൽ വീണു കിരാതാശനാർത്ഥമായി. അത്ര പോലും വേണം ആശ്രിത രക്ഷണം മർത്യൻ എന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനു എന്നും അഭയം കൊടുക്കും അതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായി കേതും ഇതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനം എന്നും അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷം ഇന്ദീവരദളശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭ പ്രസന്നമുഖാംബുജം കാമദോ കാമോപമോ കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണമോ ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യം കപികുലസേവിതം രാഘവം കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമ പാദാംബുജം
നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമ. ചണ്ഡകോദണ്ഡധരായ നമോ നമ. പണ്ഡിതഹൃൽ പുണ്ഡരീകചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യം അനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യം അനാദിഗൃഹസ്ഥായ തേ നമോ. നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. വിശ്വേശനാം നിൻ തിരുവടി താനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാര കാരണം. സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. നിൻമഹാമായയാ മൂടിക്കിടക്കും ആ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നിതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നി തദ്വയമാം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിസക്തി കലർന്നു രമിക്കുന്നി തന്വഹം. ആത്മാവിനെ അറിയായകയാൽ നിർണയം ആത്മനി കാണേണം. ആത്മാനം ആത്മനാം ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗം ഒക്കെയും ഓർത്താൽ ഒടുക്കം അനാത്മനാം. ആദികാലേ സുഖം എന്നു തോന്നിക്കും അതേതും വിവേകമില്ലാത്തവർ മാനസേ. ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിൻ തിരുവടി നിർണയം. അന്തവും ആദിയും ഇല്ലാത്ത ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ. സ്ഥൂലങ്ങളിൽ വെച്ചതി സ്ഥൂലനും ഭവാൻ. മൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ. മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ. സർവലോകേശ മാതാവായതും ഭവാൻ. സർവദാ സർവധാതാവായതും ഭവാൻ. ദർവീകരേന്ദ്ര ശയനാദയാനിധേ. ആദിമധ്യാന്ത വിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തീനീശ്വരൻ. അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ. സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ.
നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സദ്ഭാവയുക്രൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ ജ്ഞാനിഹ ത്വൽപാദഭക്തിനിശ്രേണിയസാനന്ദമാശു സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗാഖ്യസൗധം കരേറിയിടുവാൻ മനസ്സേ കാമിച്ചു വന്നേൻ ജഗൽപതേ സീതാപതേ രാമ കാരുണികോത്തമ യാതുധാനാന്തക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനാം എന്നെ രക്ഷിച്ചുകൊള്ളേണമേ ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവം ഏവം അരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ ഒട്ടുമേ താപം ഒരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടു ഉണർത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം തുൽപാദപത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തൻ ആയേൻ ഇല്ല സംശയം മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമാനായൊരു ശുദ്ധനുമില്ലഹോ മത്സമനായി മറ്റൊരുവനും ഇല്ലിഹ തുൽസ്വരൂപം മമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങളിൽ നശിപ്പതീനായി ഇനി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹി മേ രാഘവ ചിത്തേ വിഷയസുഖാശ ഇല്ലേതുമേ തുൽപാദപങ്കജ ഭക്തിരേവാസ്തു മേ നിത്യം ഇളക്കം ഒഴിഞ്ഞു കൃപാനിധേ ഇത്തമാകർണ്യ സംപ്രീതനാം രാഘവൻ നത്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാൻ ഇരിപ്പൂ
മമ സീതയുമായി മുദ ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികരസ്തോത്രം അത്യന്തശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്രീവരും അതിനില്ലൊരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയൻ അരുൾ ചെയ്തിതു സാദരം എന്നെ കനിവോടു കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണം അതിന്നു നീ ലങ്കാധിപൻ ഇവനെന്നഭിഷേകവും ശങ്കാവിഹീനം അൻപോടു ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളന്നിവൻ വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയ ഭാഗവതോത്തമനായ വിഭീഷണൻ ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകമൻപോടു വാദ്യഘോഷേണ പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകമൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധിവേറിട്ടു ചെയ്തിടിനാർ ആദരായാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചിടിനാർ ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും അന്തർമുദാ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതും ഭേരീനിനാദം മുഴക്കിനാരുംബരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹം സുഗ്രീവവാക്യം ആകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോടു ചൊല്ലിടിനാൻ സാക്ഷാൽ ജഗന്മയനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനും ആകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കളെന്നുള്ളതുമില്ല കേൾ ഗൂഢസ്ഥനാനന്ദ പൂർണ്ണന്യേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലട്ടോ മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢത്രിഗുണഭാവേന മായാബലാൽ
ത്വദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ടദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. ശുകബന്ധനം. ഇക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ പുഷ്കരേ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ. മർക്കടരാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ. ഭാസ്കരസൂനോ പരാക്രമവാരിധേ ഭാനുതനയനാം ഭാഗധേയാംബുധേ വാനരരാജ മഹാകുലസംഭവാം. ആദിതേയേന്ദ്രസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരം എനിക്കിതുമില്ല, മറ്റൊന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാം അഹം വ്യാജേന കൊണ്ടുപോന്നേൻ അതിനെന്തു തേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലം എന്നുടെ ലങ്കാപുരം എടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയോധവും എന്തോന്നു കാട്ടുന്നിതിന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥ. യുദ്ധം ശുകോക്തികൾ കേട്ടു കപികുലമുത്ഥായ ചാടിപ്പിടിച്ചാർ അതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുകനദി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേയേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീരാ ഹതോഹം പ്രപാഹി മാം. യുദ്ധം ശുകപരിദേവനം കേട്ടൊരു ഭക്രപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ. അന്നേരം ആനന്ദമുൾക്കൊണ്ടുയർന്നു ശുകൻ തഥാ ചൊല്ലിനാൻ. സുഗ്രീവനോടു ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശു ശുകനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലിണം ആശു സപുത്രബലാന്വിതം. ശ്രീരാമ പത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണം എനിക്കു.
കിഷ്കിന്ധയ്ക്ക് രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിടൂനേ. അർക്കാത്മജ്യോതികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്മയോദ്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുകനെ ബന്ധിച്ച കൊണ്ടൂനം ഒഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാൻ ഉര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിടിനാൻ. വാർത്തകളുള്ള വണ്ണം അതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചീർത്തഖേദത്തോടു ദീർഘമായി ഏറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞു ഇരുന്നീടിനാൻ. സേതുബന്ധനം. തൽക്കാലം അർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരൻ ആയൊരു വരുണനെ സേവിക്ക വേണം എന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതു അർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അദ്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചതങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതും ഇളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാച്ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മദീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയേ വാഴുകിൽ എന്നുമേ നഷ്ടമാക്കിടുവൻ വെള്ളം. കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു. വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിടുവൻ വാരാനിധിയെ ഞാൻ
വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കു കേട്ട നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചും ഇട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാവലിയൊടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രൻ അഗ്നക്രത്തിമിഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടം അതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവന്നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാ കർത്തും ആരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാ അവനായി ചമഞ്ഞു ഭവാൻ. വൈരാജനാമവനായ ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോഭൂതനായി ഭൂതപതി താനും ഉത്തമ പൂരുഷാം രാമദയാനിധേ. മായയാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാചിദ്ഘനനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും
ദുഷ്ടപശൂനാം യഥാ ലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാം ആമാർഗമാശു ദദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടു ഉത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു, ബാണം മതീയം അമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിന്നു നീ കാട്ടിത്തരേണം എനിക്കു വാരാന്നിധേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗൽപതേ ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കളുണ്ടു നിശാചരർ എത്രയും പാരം ഉപദ്രവിച്ചിടുവോർ വേഗാൽ അവിടേക്കയക്യ ബാണം തവ ലോകോപകാരകം ആ മധു നിർണയം രാമനും ബാണം അയച്ചാൻ അതു നേരം ആമയം തേടിടും ആഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പുക്കിതാതരാൽ ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കുലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരം അന്നേരം ആകുലമെന്നിയെ മജ്ജലേ സത്വരം സേതു ബന്ധിക്ക നളനാം കപിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാം. വിശ്വകർമാവിൻ മകൻ അവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. സന്തുഷ്ടനായോരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധേന. തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യം ഇയെന്ന കപികളും സർവദിക്കിങ്കലും നിന്നു സരഭസം. പർവ്വതപാഷാണപാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതെരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതം ആയുടൻ ഈരഞ്ചു യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം
പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന് നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനൻ ഏവം അരുൾ ചെയ്തു. യാതൊരു മർത്യൻ ഇവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ പൂജിക്കുന്നിതപ്പോളവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപ്പെട്ട അതിശുദ്ധനായി വന്നുകൂടും. മമാനുഗ്രഹാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങിപ്പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പുക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരനു അഭിഷേകവും ചെയ്തഥ ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും. മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോടു സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി. നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതം അദ്രിപാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർന്നിത്യു 20 യോജന. പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22-ആയതും പോലെ 23-ഉം 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം. സേതുവിന്മേലെ നടന്നു കപികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേ കരേറി രഘൂത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറിനാർ. വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദസങ്കുലം. കൈലാസശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഘശതഗ്നി സമന്വിതം. പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാ വാസവതുല്യപ്രഭാവേന രാവണൻ. രത്നസിംഹാസനെ മന്ത്രിഭിः സങ്കുലേ രത്നദണ്ഡാതപത്രൈരൂപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടു വീയിച്ചു. നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ.
വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ. സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ ചെന്നു ദശഗ്രീവനോടും വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. ശ്രീരാമചന്ദ്ര ജയ സീതാപദേ. ജയ